വിശ്വാസികളെയും സന്ധ്യാനമസ്കാരത്തിന് ശേഷമുള്ള ധന്യമായ ഈ മുഹൂർത്തത്തിൽ ചെറിയ വേദഭാഗത്തെ ആധാരമാക്കിക്കൊണ്ട് ഒരു ചെറിയ ബൈബിൾ ധ്യാനം നമുക്ക് ദൈവസന്നിധിയിൽ നടത്താമെന്ന് മാത്രമാണ് ഈ സമയത്ത് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ദേവാലയ അങ്കണത്തിൽ നടക്കുന്ന മലങ്കര സഭയുടെ തന്നെ ചരിത്രത്തിലെ അതിനിർണായകമായ ഒരു സഹന സമരത്തിന്റെ പശ്ചാത്തലത്തിൽ മനസ്സിലേക്ക് ഓടിയെത്തിയതായ ചില ചിന്തകൾ ഇത്തരത്തിൽ തന്നെയുള്ള ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെ ഉപദ്രവിക്കുവാനായിട്ട്, ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ഒരു കൂട്ടം ആളുകൾ, പ്രത്യേകിച്ച് ഒരു വ്യക്തി ഒക്കെ ശ്രമിച്ചതായ സന്ദർഭത്തിൽ നീതിമാനായ ഒരു വ്യക്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് യാമപ്രാർത്ഥനകൾ നടത്തി ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തി ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെയും ചെയ്യുകയും അങ്ങനെ ഇസ്രായേൽ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും വീണ്ടും കിട്ടുകയും ചെയ്തതായ ഒരു ചരിത്ര മുഹൂർത്തം, അത് എസ്തേറിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യമാണ് ഇന്നത്തെ ഈ ചെറിയ ധ്യാന ചിന്തയ്ക്ക് ആധാരമായി ദൈവസന്നിധിയിൽ ബലഹീനനായ ഞാൻ എടുക്കുന്നത്. ആ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്നും ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയവിശ്വാസികളുടെ സമൂഹമേ, മൊർദെഖായി എന്ന നീതിമാനായ മനുഷ്യൻ അഹശ്വേരോശ് രാജാവിന്റെ കൊട്ടാരത്തിൽ രാജ്ഞിയായി ശുശ്രൂഷിക്കുന്ന എസ്തേറിനോട് ദൂതൻ മുഖാന്തരം നൽകുന്നതായ ഒരു കൽപ്പനയാണ് ഈ വാക്യം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. BC 5-ാം നൂറ്റാണ്ടിൽ ബാബിലോണിന്റെ പതനത്തിന് ശേഷം അഹശ്വേരോശ് രാജാവിൻ്റെതായ കാലഘട്ടത്തിൽ യഹൂദന്മാർക്ക് നേരെ വീണ്ടും ആസൂത്രിതമായ പീഡനങ്ങൾ ഉണ്ടാകുന്നതാണ് എസ്തേർ പുസ്തകത്തിന്റെ പശ്ചാത്തലമെന്ന് നമുക്ക് അറിയാമല്ലോ. യഹൂദന്മാരെ പീഡിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടുകൂടി ഹാമാൻ എന്ന ഒരു വ്യക്തി കടന്നു വരുന്നു. അദ്ദേഹത്തിന് വ്യക്തമായ വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. ഹാമാനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയും നമുക്ക് ഈ പുസ്തകത്തിൽ വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട്. വലിയ സമയം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഏറ്റവും ചുരുക്കി പറയുകയാണ്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഹാമാന്റെ കുടിലതകൾ അരങ്ങേറുവാനായിട്ട് പോകുന്നു എന്ന് ദൈവീകമായ ഒരു മനസ്സിലാക്കലിലൂടെയാണ് എസ്തേർ എന്ന യഹൂദ പെൺകുട്ടിക്ക് അഹശ്വേരോശ് രാജാവിന്റെ അരമനയിൽ ഒരു പ്രത്യേക സ്ഥാനം ലഭിക്കുന്നത്. മൊർദെഖായിയുടെ നേതൃത്വത്തിൽ എല്ലാ വിധത്തിലും അവളെ അണിയിച്ച് ഒരുക്കി
രാജ്ഞിയാക്കിയിട്ടാണ് രാജകൊട്ടാരത്തിലേക്ക് അയക്കുന്നത്. എന്നാൽ അതിനുശേഷം ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ എസ്തേർ രാജ്ഞി ഭയപ്പെട്ടുകൊണ്ട് പ്രാണഭീതിയോടെ മാറി നിൽക്കുന്നതായ ഒരു സന്ദർഭം. മറ്റ് പോംവഴികൾ ഇല്ലാഞ്ഞതുകൊണ്ട് നീതിമാനായ മൊർദെഖായി രാജകൊട്ടാരത്തിന്റെ മുൻപാകെ ഒരു നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ്. അവിടെ രാജകൊട്ടാരത്തിന്റെ മുൻപാകെ ചാക്കുശീല ധരിച്ചുകൊണ്ട് അവൻ കെടുക്കുവാനായിട്ട് നോക്കുന്നു. അവനെ അവിടുന്ന് മാറ്റുന്നതായും പല രീതിയിലുള്ള കാര്യങ്ങൾ ഈ പുസ്തകം വിശദമായി വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഭ്രമിച്ച് നിന്നതായ എസ്തേർ രാജ്ഞി കാര്യങ്ങൾ മനസ്സിലാക്കാഞ്ഞിട്ടല്ല, യഹൂദന്മാരുടെ രക്ഷയെ ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, എന്നാൽ രാജാവിന്റെ കൽപ്പനയുണ്ട്. രാജാവ് വിളിക്കുമ്പോഴല്ലാതെ കൊട്ടാരത്തളത്തിലേക്ക് രാജസന്നിധിയിലേക്ക് കയറി ചെല്ലുവാനായിട്ട് പാടില്ല. ഈ പശ്ചാത്തലത്തിലാണ് മൊർദെഖായി പ്രത്യേകമായിട്ട് ദൂതൻ മുഖാന്തരം എസ്തേറിനെ വിവരങ്ങൾ ധരിപ്പിക്കുന്നത്. തുടർന്നുള്ള സമയത്ത് നാം കാണുന്നുണ്ട്, എസ്തേർ രാജ്ഞി സമൂഹത്തോട് മുഴുവൻ, യഹൂദ സമൂഹത്തോട് മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകം അപേക്ഷിച്ചതിന് ശേഷം ധൈര്യം സംഭരിച്ച് ആത്മബലം സംഭരിച്ച് രാജാവിന്റെ അടുക്കൽ ചെന്നു. ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചു. രാജാവിന് സത്യം മനസ്സിലായി. യഹൂദ സമൂഹത്തിന് രക്ഷ ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് ഈ 10 അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്നുള്ളത് നമുക്ക് അറിയാം. നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഉള്ളത്, ആരെയും ഞാൻ പേരുകളൊന്നും എടുത്തു പറയുന്നില്ല. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു നിമിഷത്തിൽ നാം എത്തി നിൽക്കുകയാണ്. ഏകദേശം 1 നൂറ്റാണ്ടോളം നീണ്ടു നിൽക്കുന്നതായ ആധുനിക മലങ്കര സഭയുടെ സമര ചരിത്രത്തിൽ ആരൊക്കെ ഏതൊക്കെ ജഡ്ജിമാർ എവിടെയൊക്കെ ഇരുന്ന് പഠിച്ചാലും മലങ്കര സഭ, പ്രത്യേകിച്ച് 1934 ഭരണഘടനയും അതിന്റെ പിൻബലവുമുള്ളതായ സഭ ഏകമാണ്, സ്വകീയമാണ്, ഈ ദേശത്തിൻ്റെതാണ്, മറ്റൊരു ശക്തിക്കും അതിനു മുൻപിൽ നിൽക്കാൻ ഒക്കുകയില്ല എന്ന് എല്ലാ കോടതികളും മനസ്സിലാക്കി ആവർത്തിച്ച് വിധിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടം. അവിടെ ഇനിയും അനീതിക്ക് നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് വന്നപ്പോൾ അനീതി അതിന്റെ സർവസംഹാര ശക്തിയും എടുത്തുകൊണ്ട് നീതിയെ തോൽപ്പിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. ഇവിടെ നാം ഓർക്കേണ്ടുന്ന മറ്റൊരു ഭാഗം, 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം കർത്താവ് പുതിയ ഊർജത്തോടുകൂടി ദൈവാത്മാവിൽ ബലപ്പെടുന്നതായ സന്ദർഭത്തിൽ കർത്താവിന്റെ മുൻപിലേക്ക് കടന്നു വരുവാൻ പിശാച് മടിച്ചില്ല. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നാം ഓർക്കേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. ഈ സഹന സമരത്തിന് ചരിത്രത്തിൽ ഒരു സ്ഥാനമുണ്ട്, ഒരു അർത്ഥമുണ്ട്. ഇത് മറ്റൊരു മാർഗവുമില്ലാതെ വന്നതുകൊണ്ട് മാത്രമാണ് പരിശുദ്ധ പിതാക്കന്മാർ ഇങ്ങനെയൊരു തീരുമാനം എടുക്കുവാനിടയായത്. ഈ തീരുമാനം മാറ്റിമറിക്കപ്പെടുന്നൊരു സന്ദർഭം ഉണ്ടാവുകയാണ് എങ്കിൽ ഒന്നാമത് നമ്മുടെ ഭരണാധികാരികൾ മനസ്സിലാക്കേണ്ടുന്നത് കേരളത്തിന്റെ അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ തന്നെ പരമോന്നത കോടതികളുടെ വിധി നടപ്പാക്കുവാനായിട്ട് സാധിക്കാത്ത രീതിയിൽ അനീതി കൊടികുത്തി വാഴുന്നു എന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരുന്ന ഒരു പശ്ചാത്തലമാണ്. ഇത് കേവലം കോലഞ്ചേരി പള്ളിയുടെ മാത്രം കാര്യമല്ല. ഈ രാജ്യത്ത് ഒരു വിധിയും നടപ്പാക്കുവാനായിട്ട് ഭരണകൂടങ്ങൾക്ക് കഴിയാത്ത അത്രയും ഒരു അനാർക്കി, അരാജകത്വം ഈ രാജ്യത്ത് വാഴുവാൻ
ഇടയാകുന്ന അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. വാത്സല്യമുള്ളവരെ, ഇവിടെ ഓർപ്പിക്കുവാനുള്ളത് മൊർദെഖായിയുടെ വാക്കുകളാണ്. ഒരു ഭരണകൂടത്തിനെ അണിയിച്ചൊരുക്കിയ ഒരു എസ്തേറിനെ, പ്രതീക്ഷയോടുകൂടി സ്ഥാനങ്ങളിൽ എത്തിയതായ ഒരു എസ്തേറിനെ അത് സാധിച്ചില്ല എങ്കിൽ ദൈവത്തിന് മാർഗങ്ങൾ മറ്റു പലതും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മൊർദെഖായിലൂടെ എസ്തേറിനെ കൽപ്പന കൊടുക്കുകയാണ്. നമ്മൾ മറ്റൊന്നും അത്രയൊന്നും പറയുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല. നാം ഇപ്പോഴും സ്ഥാനങ്ങളെ എല്ലാം മാനിക്കുന്നു. എന്നാൽ ഒരു കാര്യം മാത്രം പറയുകയാണ്, കസാര പോകുമെന്ന പേടി കൊണ്ട് അനീതി വാഴട്ടെ എന്ന് വിചാരിച്ചാൽ എത്ര ക്യാമറകൾ തുറന്നു വെച്ച് 24 മണിക്കൂറല്ല എല്ലാ നിമിഷങ്ങളും ജനത്തെ കാണിക്കുമെന്ന് പറഞ്ഞാലും ജനം കാണുന്നത് നട്ടിലില്ലാത്ത അനീതി മാത്രം നിറഞ്ഞു നിൽക്കുന്നതായ ഒരു ഭരണവ്യവസ്ഥയെ ആയിരിക്കുമെന്നുള്ളത് പ്രത്യേകമായി ഓർക്കുക. ഹാമാന്മാരെ കുറിച്ച് പറഞ്ഞ് സമയം കളയേണ്ടതില്ല. അവർക്ക് മൊർദെഖായിക്കായി ഒരുക്കിയതായ തൂക്കുമരം സജ്ജമാണ്. അതിനധികം സമയത്തിന്റെ ആവശ്യമിനിയില്ല. അതും അല്പം നീണ്ടുപോകുന്നത് തന്റെ ഇടമില്ലാത്ത ഭരണകൂടങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഇന്നും പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഭദ്രാസനത്തിന്റെ കണക്കുകൾ CBI തിരിച്ചും മറിച്ചും പരിശോധിക്കുകയാണ്. എന്തിനാ ഒരു ഭദ്രാസനത്തിന്റെ കണക്കെന്തിനാ CBI തിരിച്ചും മറിച്ചും പരിശോധിക്കുന്നേ? കാരണം നിങ്ങൾക്കും അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഒന്ന് വ്യക്തമാണ്, അനീതിക്ക് നിത്യമായി നിലനിൽക്കുവാനായിട്ട് കഴിയുകയില്ല. വെളിച്ചമുദിക്കുമ്പോൾ പ്രകാശം അസ്തമിക്കും. പ്രകാശത്തിന് നിത്യതയില്ല. ഇത് വേദപുസ്തകം പറയുന്ന, വെളിച്ചം ഉദിക്കുമ്പോൾ അന്ധകാരത്തിന് നിലനിൽക്കുവാനൊക്കുകയില്ല. ഇത് വേദപുസ്തകം പറയുന്ന അടിസ്ഥാന തത്വമാണ്. അതുകൊണ്ട് നമുക്ക് ഈ സഹന സമരം തുടരാം. പരിശുദ്ധ ദിദിമോസ് ഭാവാതിരി മനസ്സുകൊണ്ട് ഈ സമരവേദിയിലേക്ക് എഴുന്നള്ളി വന്നിട്ട് അദ്ദേഹത്തിന്റെ കണ്ണുനീര് ഇവിടെ വീണിട്ടുണ്ട് എങ്കിൽ ആ കണ്ണുനീരിനോട് ചേർന്ന് പരിശുദ്ധ പൗലോസ് ദിദിയൻ ബാവായും പരിശുദ്ധ പിതാക്കന്മാരും നിങ്ങൾ ഓരോരുത്തരും ഈ സമരപ്പന്തലിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ കണ്ണുനീരിനെ ആർപ്പോടെ ഫലം കൊയ്യുവാനായിട്ട് കഴിയുമെന്ന് മാത്രമാണ് ഈ സമയത്ത് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുവാനുള്ളത്. നമ്മുടെ ധൈര്യം ചോർന്നു പോകരുത്. നമ്മൾ യാതൊരു രീതിയിലും പ്രകോപിപ്പിക്കുന്നില്ല. നമ്മൾ നീതിയുടെ പാതയിൽ മാത്രമാണ് പോകുന്നത്. ഗാന്ധിയൻ സമരമുറകളിലൂടെ മാത്രമാണ് പോകുന്നത്. എന്നാൽ ഇനിയും എസ്തേർമാർ മൗനമായിരിക്കുകയാണ് എങ്കിൽ ഇസ്രായേലിന് രക്ഷയുണ്ടാകുവാൻ ദൈവം മറ്റു മാർഗങ്ങൾ കണ്ടുപിടിക്കും. എന്നാൽ നീയും നിന്റെ കുടുംബവും ചുവടോടെ പറിക്കപ്പെടും. മലങ്കരയിൽ ഇങ്ങനെ ഒരാളെ അറിയില്ല, കേരളം ഇങ്ങനെ ഒരാളെ അറിയില്ല. നാളത്തെ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങൾ ഇങ്ങനെയൊരു വ്യക്തിത്വത്തെ അറിയില്ല എന്നുള്ള ഒരു കാലമുണ്ടാകും. അത് എങ്ങനെയായിരുന്നാലും ഹാമാന് കഴുകുമരം ഉറപ്പുമാണ്. ഇത് വിശുദ്ധ വേദപുസ്തകം പറയുന്ന അടിസ്ഥാന തത്വമാണ്. ഈ ആശയം ബലഹീനായ എനിക്ക് ഈ സന്ദർഭത്തിൽ എന്റെ മനസ്സിൽ വരുവാനുള്ള ഒരു കാരണം, ഇന്നലെ പരിശുദ്ധ ഭാവാതിരി മനസ്സുകൊണ്ട് ഒരു പ്രസംഗം നടക്കുന്ന സമയത്ത് ക്ഷീണിതനായ അദ്ദേഹം എഴുന്നേറ്റ സമയത്ത് അദ്ദേഹം പറഞ്ഞതായ ഒരു വാക്കാണ് മൊർദെഖായിയും എസ്തേറും എന്ന് പറഞ്ഞപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് ഈ കാര്യം ഓടിയെത്തിയത്. വാത്സല്യമുള്ളവരെ, നമുക്ക് സഹിക്കാം. അഥവാ
മലങ്കരയ്ക്ക് വേണ്ടി ഈ പിതാക്കന്മാരുടെ ജീവൻ ആത്മാർപ്പണം ചെയ്യേണ്ടി വരികയാണ് എങ്കിൽ അവിടെയും ദൈവത്തിന്റെ ശക്തി നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ഈ അനീതിക്ക് അവസാനം ഉണ്ടാകണം. കോലഞ്ചേരിയുടെ മാത്രമല്ല, മലങ്കരയിൽ എമ്പാടും, അത് മലങ്കരയിലെ ദേവാലയങ്ങളുടെ മാത്രം പ്രശ്നമല്ല, നീതിന്യായ വ്യവസ്ഥിതിക്ക് അർത്ഥമുണ്ടോ എന്ന് കേരള സർക്കാരിനോടും കേന്ദ്ര ഭരണകൂടത്തോടും വിനീതമായി ചോദിക്കുന്നതായ ഒരു സമരമാണ് ഇവിടെ നടക്കുന്നത്. ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, എന്തെങ്കിലും നമുക്ക് അനുവദിച്ചിട്ടില്ലാത്തത് സഭ ചോദിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അനുവദിച്ചിട്ടില്ലാത്തതിനൊന്നും പരിശുദ്ധ പിതാക്കന്മാരെ കിട്ടുകയില്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഈ പിതാക്കന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. അഭിവന്ദ്യനായ സേവേറിയോസ് തിരുമേനി ആയിരക്കണക്കിന് മനുഷ്യർക്ക് ജീവസന്ധാരണത്തിനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്ന പിതാവാണ്. അദ്ദേഹം ഇവിടെ ഉപവസിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കാരുണ്യ പ്രസ്ഥാനങ്ങളിൽ അനേകർ ഈ ദേശത്ത് കഞ്ഞി കുടിക്കുന്നു. അത്തരത്തിലുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ള പിതാവാണ്. ഈ പിതാക്കന്മാർക്ക് ലഭിക്കുന്ന ഓരോ ചില്ലിക്കാശും ധാർമ്മികതയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന പിതാക്കന്മാരാണ്. അല്ലാതെ ആഖാന്റെ പാപം ചെയ്യുകയും ശീമോനി പാപം ചെയ്യുകയും അർഹതയില്ലാത്തവർക്ക്, അംഗീകാരമില്ലാത്തവർക്ക് പട്ടം കൊടുത്ത് കാശുണ്ടാക്കിയും ആ കാശ് ദുർവിനിയം ചെയ്തുകൊണ്ട് കോടതി കയറുകയും ചെയ്യുന്ന പിതാക്കന്മാരല്ല നമ്മുടെ പിതാക്കന്മാർ. നിങ്ങളൊരു കാര്യം അറിയണം, ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് 4-ാം ദിവസം വൈകിട്ട് ഈ പിതാക്കന്മാർക്ക് എഴുന്നേറ്റ് നിന്ന് നമസ്കാരങ്ങൾ പൂർത്തിയാക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവശക്തി മാത്രമാണ്. മുഴുവൻ സമയവും ഇവിടെയാണ് ഈ പിതാക്കന്മാർ കിടക്കുന്നത്. കഴിഞ്ഞ 3 രാത്രിയും ഈ പിതാക്കന്മാരോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് പറയുകയാണ്, 4-5 മണിക്കൂർ കോരിച്ചൊരിയുന്ന മഴ പെയ്യുമ്പോഴും ഒരു നിമിഷം പോലും ഇവിടെ നിന്ന് മാറാതെ ഈ പിതാക്കന്മാർ ഈ പന്തലിൽ കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം, ജീവനുള്ള ദൈവം ഇതിന് മറുപടി നൽകും. അങ്ങനെ മറുപടി നൽകുമ്പോൾ എതിർക്കുന്ന ആളുകൾക്ക് ദൈവം ശിക്ഷ കുറച്ചു കൊടുക്കട്ടെ എന്നുകൂടെ നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. ഒന്ന് നമുക്കറിയാം, ഇന്ന് തീഹാർ ജയിലിൽ ജനപ്രതിനിധികളുണ്ട്. ജനപ്രതിനിധികൾ ജയിലിൽ കിടക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ആത്മീയ പിതാക്കന്മാരും അനീതി കാണിക്കുന്നുവെങ്കിൽ അതിന് അനധിവിദൂരമല്ലാതെ ജയിലിൽ കിടക്കേണ്ടതും അതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾക്കും ഇടവരുമെന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ കോടതിയും ഇന്നത്തെ പത്രത്തിലും കാണുന്നതായ പുനഃപരിശോധന എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഇവിടെ പിതാക്കന്മാർ പറയുന്നത് പൂർണ്ണമായി അനുസരിച്ച് സമചിത്തതയോടുകൂടി ഈ സഹന സമരത്തെ വിജയിപ്പിക്കുവാൻ പ്രാർത്ഥിക്കണം. ഈ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇന്ന് വിരമിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.